വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടാസ്ക്കാണ് ഗൈസ്. നമ്മളൊരു കൂട്ടുകാരൻ്റെ വണ്ടി തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുക്കണം ഗൈസ്. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ നമ്മളെ ചെറുക്കൻ ഇപ്പം തന്നെ എത്തും. ഇതിൻ്റെ വണ്ടിയും കൊണ്ട് നേരെ ട്രിവാൻഡ്രം പോകണം ഗൈസ്. അതിനു മുമ്പായിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വിശിഷ്ടമായ 2 വ്യക്തികൾ. എൻ്റെ അമ്മയ്ക്ക് എന്നെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ 2 പട്ടികളെയാണ് ഗൈസ്. ഇതാണ് മില്ലി, ഇത് റൂബി. ഇവൾ ഫുൾ ടൈം ഉറക്കമാണ് ഗൈസ്. ഉറക്കം എപ്പോഴും ഉറക്കമാണ്. തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക. ഇവൾ സ്വല്പം ആക്റ്റീവാണ്. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത 2 വിശിഷ്ട വ്യക്തികളുണ്ട് ഗൈസ്. 2 അല്ല, കുറച്ചധികം പേരുണ്ട്. ഇവളുടെ പേരാണ് കാത്തു ഗൈസ്. ഇവളുടെ പേര് കാത്തു. ഇത് നമ്മുടെ വീട്ടിലെ സ്വന്തം ആട്ടിൻകുട്ടിയാണ് ഗൈസ്. പേര് ജാനു. വളരെ ചെറുതിലേക്ക് കൊണ്ടുവന്നതാണ് ഗൈസ്. പാലൊക്കെ കൊടുത്താണ് ഗൈസ് വളർത്തണം. ഭയങ്കര സ്നേഹമാണ്. ഇത് അമ്മച്ചിയുടെ സ്വന്തം പശു. പേര് മണിച്ചി. വെറൈറ്റി പേരാണ് ഗൈസ്. പാവം പശുവാണ് ഗൈസ്. അപ്പോൾ നമ്മളെ പയ്യൻ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി അളിയനെ കൊണ്ട് നേരെ നമ്മൾ ട്രിവാൻഡ്രം പോകുമ്പോൾ നിൽക്കുന്നു ഗൈസ്. ഈ വണ്ടിയാണ് നമുക്ക് തിരുവനന്തപുരം എത്തിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിക്കണം ഗൈസ്. പയ്യനെത്തി ഗൈസ്. ഇനി നമ്മൾ നേരെ ട്രിവാൻഡ്രം പോകുകയാണ്. ആദ്യം കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് 2 ഹെൽമെറ്റ് എടുക്കണം. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് ശിക്ഷാർഹമാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ മെയിൻ റോഡുകളിൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കില്ല. ഇതിപ്പോൾ ചെറിയ ഇട റോഡാണ് ഗൈസ്. ഇവിടെ വലിയ പ്രശ്നമില്ല. ഇത് നമ്മളിത് കഴിയുമ്പോൾ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് എത്താറായി ഗൈസ്. മിസ്റ്റർ നജീമിൻ്റെ വീട്ടിലെത്താറായി ഗൈസ്. അവിടെ നിന്ന് നമുക്ക് 2 ഹെൽമെറ്റ് എടുക്കണം. നേരെ ട്രിവാൻഡ്രം പോകണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇതിൽ നജീമാക്കര വീട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ നജീമാക്കര. ഇത് തന്നെ ഈ ലെഫ്റ്റ്. ഇതാണ് ഗൈസ് നമ്മുടെ വിളിച്ചു ചോദിക്കാം ഗൈസ്. അപ്പം ചെറുക്ക ഹെൽമെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹെൽമെറ്റ് ഇടുക. ഒരു ഹെൽമെറ്റ് മതി ഗൈസ്. അങ്ങനെ ഹെൽമെറ്റ് മേടിച്ച് നമ്മൾ നേരെ മാവിൻമൂട് കടയിലെത്തി ഗൈസ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഗൈസ് ഇത്. മുട്ട പപ്സും ഫ്രൂട്ടിയും. അങ്ങനെ നമ്മൾ നേരെ കിളിമാനൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് കിളിമാനൂർ ജംഗ്ഷൻ, നമ്മുടെ മെയിൻ സ്ഥലമായ കിളിമാനൂർ. ഇവിടെ നിന്ന് നമ്മളിനി നേരെ പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് ഗൈസ്. എറണാകുളം ഒന്ന് വായിൽ പറഞ്ഞോളൂ ഗൈസ്. നേരെ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഗൈസ്. ഇനി നമുക്ക് തിരുവനന്തപുരം എത്തിയിട്ട് അവിടുത്തെ വീഡിയോസ് കാണാം. അങ്ങനെ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മളത് സക്സസ്ഫുള്ളായിട്ട് സ്കൂട്ടി എത്തിക്കേണ്ട വീടെത്തിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് ഗൈസ് സ്കൂട്ടി കൊടുക്കേണ്ടത്. വീട്ടിലാരും ഇല്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെ കിളിമാനൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അതിസാഹസികമായി ബൈക്ക് എത്തിച്ചു ഗൈസ്. കൊണ്ടുവച്ച് പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഗൈസ്. സക്സസ്. ഇനി നമ്മൾ തിരിച്ച് ഇവിടുന്ന് ബസ്സിന് പോകണം ഗൈസ്. ഇനി ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ് കയറി നേരെ കിളിമാനൂർ പോകണം.
അവിടെ നമ്മുടെ 2 ഫ്രണ്ട്സ് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ നിന്ന് വന്നിട്ടുണ്ട് ഗൈസ്. അവരെ പോയി പിക്ക് ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് ഗൈസ്. ആദ്യത്തെ ബസ് മിസ്സായി. രണ്ടാമത്തെ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ആദ്യത്തെ ബസ് ഈ പുള്ളി മൂത്രം ഒഴിക്കാൻ പോയി മിസ്സായി ഗൈസ്. ഞാൻ പറഞ്ഞതായിരുന്നു ഗൈസ് 100 പ്രാവശ്യം നമുക്ക് അവിടെ അപ്പുറത്ത് നിൽക്കാം, ബസ് കിട്ടും. പുള്ളി പറഞ്ഞു 1 മിനിറ്റ് ഇപ്പം മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് ഗൈസ്. ആ സമയത്ത് കറക്റ്റായിട്ട് ബസ് വന്ന് ബസ് മിസ്സായി ഗൈസ്. ഇനി ഈ ഏരിയയിൽ കൂടെ ബസ് വരുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമുക്ക് ബസ് കിട്ടി ഗൈസ്. ഓടി കയറി ഗൈസ്. അങ്ങനെ നമ്മൾ തമ്പാനൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ വേണം ഗൈസ് നമുക്കിനി കിളിമാനൂരേക്ക് പോകും. ഇതാണ് ഗൈസ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ കിളിമാനൂരെത്തി ഗൈസ്. തിരിച്ച് വണ്ടിയൊക്കെ സേഫായിട്ട് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വന്നു ഗൈസ്. തിരിച്ചു വന്നപ്പോൾ കൂട്ടുകാരൻ്റെ കടയിലത്തേക്ക് സാധനം മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആദ്യമേ കാർ ഇവിടെ കൊണ്ടിട്ടിട്ടാണ് ഗൈസ് പോയത്. അപ്പോൾ തിരിച്ച് നമ്മളിവിടെ എത്തി. ഇനി കാറിൽ കയറുന്നു, നേരെ വീട്ടിൽ പോകും. പരിപാടി ഫുള്ള് സാധനങ്ങൾ കാറിൻ്റെ മുകളിൽ വെച്ചേക്കും. എൻ്റെ കയ്യിലും ഹെൽമെറ്റാണ്. ഹെൽമെറ്റിനകത്ത് വയ്ക്കാം. സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങനെ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു ഗൈസ്. നമ്മൾ ലാസ്റ്റ് നേരെ കിളിമാനൂരുള്ളൊരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി ഊണും നല്ല അയല പൊരിച്ചതും അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. അടിപൊളി ഫുഡ്.